ഹലോ, എല്ലാവർക്കും വിഷു ആശംസകൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മുടെ റിട്ടയർ ചെയ്ത സപ്ലൈ ഓഫീസറായിരുന്ന വിജയൻ സാറ്, അദ്ദേഹം തൃശ്ശൂരിൻ്റെ ഡെപ്യൂട്ടി മേയറായിരുന്നു. അദ്ദേഹം ഗ്രൂപ്പിൽ കൂടെ ഇട്ടിരുന്നു, 80 വയസ്സ് അടുക്കുന്ന അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ, എന്നെപ്പോലുള്ള ആളുകൾക്ക്, സാറിനെ പോലുള്ള ആളുകൾക്ക് ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ചാട്ടം ഓട്ടമൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ, പ്രായമുള്ള ആൾക്ക് പറ്റിയ 1-2 എക്സസൈസുകൾ, ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എക്സസൈസുകൾ പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലി ഒത്തിരി പ്രായമായ സാറന്മാരൊക്കെ വിളിച്ചിരുന്നു. അതിൽ കുന്നംകുളത്തുനിന്ന് ഉണ്ടായിരുന്നു, നമ്മുടെ വർഗീസ് സാറുണ്ടായിരുന്നു, ആറളത്തും വിജയൻ സാറുണ്ടായിരുന്നു, സണ്ണി സാറുണ്ടായിരുന്നു, പിന്നെ ബാലകൃഷ്ണൻ സാറുണ്ടായിരുന്നു. ഇവരൊക്കെ കമൻറ്റ് പറഞ്ഞിരുന്നു. അതുപോലെ ശ്രീകുമാരി അമ്മ സാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ ദിവസേന ചെയ്യുന്ന എക്സസൈസുകളുടെ 1-2 ഞാൻ ആദ്യം പറഞ്ഞു തരാം. അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആഗ്രഹം കൂടിയാണല്ലോ. നല്ല ചിന്തയാണ് അതൊക്കെ. ഒരു വ്യായാമം ഇല്ലാതെ ജീവിതമൊക്കെ ബുദ്ധിമുട്ടാണ്. നിർബന്ധമായിട്ടും ദിവസേന ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊക്കെ ഇതിൻ്റെ ആവശ്യമാണ്. മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വ്യായാമം നിർബന്ധമാണ് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് സാർ അങ്ങനെ പറഞ്ഞേക്കാരെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, ഞാൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യാം. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട ഒരു 4-5 എണ്ണം ആദ്യം ചെയ്യാം. അത് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു ക്രോസ് വെൻറ്റിലേഷനൊക്കെ കിട്ടുന്ന മുറിയാണെങ്കിൽ നന്നായി. ഇപ്പോൾ ജനലുകൾ അടച്ചിട്ടാണ് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ രാവിലെ അതൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ എന്താ പറയുക, കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്ന് ചെയ്യാവുന്ന കാര്യം, ബെഡിൽ തന്നെ ഇരുന്ന് ചെയ്യാം. അപ്പോൾ ഒന്ന് നമ്മുടെ കണ്ണിനുള്ളൊരു എക്സസൈസ് നമുക്ക് നോക്കാം, ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ എക്സസൈസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നോർമലായിട്ട് ബ്രീത്ത് എടുത്ത് വിടാം, ശ്വാസം എടുത്ത് വിടാം. ഹെവി ബ്രീത്ത് എടുത്ത് വിടുന്നത്രയും നല്ലതായിരിക്കും. കൈകളൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് മടിയിൽ വയ്ക്കാം. അപ്പോൾ കണ്ണുകളിലെ എക്സസൈസ് സിമ്പിളാണ്. നമ്മൾ 2 കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മുടെ ആദ്യം പുരികം, 2 കണ്ണുകൾ കൊണ്ട് നമ്മുടെ പുരികത്തെ നോക്കുന്നു. അതേപോലെ തന്നെ പുരികം നോക്കി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ അഗ്രം നോക്കുന്നു. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണികൾക്ക് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അതാണ് അതിൻ്റെ എക്സസൈസ്. ആദ്യം നമ്മൾ നോക്കുന്നു, 1 2 3 4 ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക, കണ്ണിൻ്റെ നല്ല കൃഷ്ണമണിക്ക് നല്ലൊരു അനക്കം നമുക്ക് കിട്ടും. അത് 10 അല്ലെങ്കിൽ 12 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അത് സിമ്പിളായിട്ട് ചെയ്യാം. നോർമൽ ബ്രീത്തിങ്ങിൽ ഹെവി ബ്രീത്ത് ഇൻ ആൻഡ് ഹെവി ബ്രീത്ത് ഔട്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തുടക്കം എന്ന നിലയിൽ ഇത് ശീലിച്ചിട്ടില്ലാത്ത ആൾക്ക് ഈ തമ്പ് നമ്മൾ തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ തമ്പ് നമ്മുടെ റൈറ്റിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ 2 കൃഷ്ണമണി കൊണ്ട് നമ്മൾ ആ തമ്പിനെ നമ്മൾ നോക്കുക, തല തിരിക്കേണ്ട. വീണ്ടും തമ്പിനെ നോക്കുക, തമ്പിനെ നോക്കുക, തമ്പിനെ നോക്കുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം നമുക്കത് ചെയ്യാം. അപ്പോൾ കണ്ണിൻ്റെ 2 സൈഡിലേക്കും കൃഷ്ണമണിയുടെ എക്സ്ട്രീം സൈഡിലേക്ക് എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടും. പിന്നെ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ക്രോസ് ആയിട്ട് നമുക്ക് കണ്ണിന് നോക്കാം. 2 കൃഷ്ണമണി കൊണ്ട് ക്രോസ് ആയിട്ട് ലെഫ്റ്റിലെ കണ്ണ് മേലേക്ക് നോക്കി താഴെ 1 2 3 ഇത് 10 പ്രാവശ്യം. അതേപോലത്തെ റൈറ്റ് കണ്ണാദ്യം മേലേക്ക് നോക്കി, ഇടത്തെ കണ്ണിട്ട് താഴെ നോക്കി, കോർണർ ടു കോർണറായിട്ട് നമുക്ക് അതിനൊക്കെ കിട്ടും. അതിനുശേഷം മൊത്തം നമുക്ക് കണ്ണിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, കണ്ണിൻ്റെ കൃഷ്ണമണി റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ റിവേഴ്സ് റൊട്ടേഷൻ. ഓക്കെ, സെക്കൻഡ് നേരം കണ്ണുകൾ നമുക്ക് അടച്ചിരുന്നിട്ട് അടുത്തേക്ക് കടക്കാം. അന്ന് ബ്രീത്തിങ് നോർമൽ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ നമുക്ക് ടങ് എക്സ്റ്റൻഷൻ്റെ നമ്മുടെ നാവിനുള്ളൊരു എക്സസൈസ് കൂടി കൊടുക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ നാവ് കൊണ്ട് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ചെയ്യും, നാവ് കൊണ്ട് 10 പ്രാവശ്യം. ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യും 10 പ്രാവശ്യം. നോക്കാം. നാവുള്ളിൽ 10 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ്.
10 പ്രാവശ്യം. ദെൻ ടങ് എക്സ്റ്റൻഷൻ, നാവ് പുറത്തേക്ക് കൊണ്ടുവരണ ഒരു എക്സ്റ്റൻഷൻ മാക്സിമം 10 പ്രാവശ്യം. അത് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നടക്കാം. പത്ത് പ്രാവശ്യം. അപ്പോൾ ടങ് എക്സ്റ്റൻഷനായി. അതിൽ ലാസ്റ്റ് വരുന്നൊരു ചെറിയൊരു എക്സസൈസാണ് ലിപ് ട്രിക്ക്. ലിപ്പ് കൊണ്ട് ഒരു ട്രിക്ക്, ലിപ് ട്രിക്ക്. എങ്ങനെയാണ്? 10 പ്രാവശ്യം. അപ്പോൾ കണ്ണ് ചെയ്തു, നാക്ക് ചെയ്തു. ഇനി അതിൻ്റെ ശേഷം വരുന്നതാണ് നെക്ക് റൊട്ടേഷൻ വരുന്നു, പിന്നെ ഹിപ്പ് റൊട്ടേഷൻ വരുന്നു, ആംഗിൾ റൊട്ടേഷൻ വരുന്നു. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. അതൊക്കെ ചെയ്ത് അടുത്തൊരു സ്റ്റെപ്പും കൂടി നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് പ്രാണായാമത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ പ്രാണായാമം ചെയ്തിട്ട് ഓം ചാറ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തും. ഒരു ഭസ്ത്രിക ഒക്കെ ചെയ്ത് നിർത്താം. അപ്പോൾ തൽക്കാലം ഇത് 2 എണ്ണം നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഗ്രൂപ്പിൽ കൂടെ തന്നെ അറിയിച്ചാൽ നന്നായി. മറ്റുള്ളവർക്കും കൂടിയും ഒരു അറിവും ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹവും ഉണ്ടാവും ചെയ്യും. എനിവേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക് യു. നാളെ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം മറ്റത് നമുക്ക് ഒരു 2-3 ഐറ്റം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.